മക്കളെ ഇന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഡിഫറൻസിയേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ലെസൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. അപ്പം ശ്രദ്ധിച്ച് കാണാം, വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടുമാണ്, അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഈ ഡിഫറൻഷ്യബിലിറ്റി എന്ന ടോപ്പിക് എന്താണത്? എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു എ. അതായത് എക്സ് എന്ന പോയിന്റിൽ എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എന്താവും? സെയിം ആകും. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും നമുക്ക് എന്ത് വരും? സെയിം ആയിട്ട് വരും. ഓക്കെ, ഇനി എന്താണ് ഈ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ കാണാം. അപ്പോൾ എന്താണ് ഈ ഡെറിവേറ്റീവ്സ് കാണുക എന്ന് നിങ്ങൾ വയ്ക്കും. കുറേ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് തന്നെ പഠിക്കണം. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. പ്രൂഫൊന്നും ആവശ്യമില്ല. എന്നിട്ട് അതുപയോഗിച്ചിട്ട് നമ്മൾ ഫെർദർ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കുറേ ഫംഗ്ഷൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഡിഫറൻസിയേഷൻ തന്നിട്ടുണ്ട്, അത് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കെ എന്ന ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇറ്റ് ഈസ് 2 or 5 or 10 അങ്ങനെ. അപ്പം അങ്ങനത്തെ നമ്പർ ആണെങ്കിൽ അതിൻ്റെ d/dx ഓഫ് കെ അല്ലെങ്കിൽ d/dx ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സ് റൈസ് ടു എൻ എന്ന ഫംഗ്ഷൻ്റെ d/dx അതായത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റൈസ് ടു n - 1 ആണ്. d/dx ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആണ്. d/dx ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. d/dx ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എ റൈസ് ടു എക്സ് ലോഗ് എ എന്നാണ്. ഇനി സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ് ആണ്. കോട്ട് എക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആണ്. സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിച്ചിട്ട് വയ്ക്കണം, മറന്നു പോകരുത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോബ്ലംസിലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ചെറിയൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഡെറിവേറ്റീവിന് ഒരു പ്രത്യേക റൂൾ ഉണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ഡെറിവേറ്റീവ് റൂൾസ് ആണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ചെയിൻ റൂള് എന്നിവ പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഫോർമുലാസ് അങ്ങനത്തെ അതേപോലെ തന്നെ മനസ്സിലിട്ട് വെക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ y ഈസ് ഈക്വൽ ടു u ഇൻറ്റു v, അതായത് രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് u ആണ്, മറ്റേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് v ആണ്. അങ്ങനെ വരുമ്പോൾ y ഡാഷ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്താണ് മക്കളെ അർത്ഥം? y ഡാഷ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, dy/dx എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ dy/dx എന്നത് u ഡാഷ് v പ്ലസ് u v ഡാഷ് എന്നാണ്. ഈ സാധനം മറന്നു പോകരുത്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇത് പഠിച്ചോളൂ, u v ഡാഷ് പഠിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു മൈൻഡിൽ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. അതായത് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് ഇവിടെ u അല്ലേ, u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അപ്പോൾ u v ഡാഷ് എന്നായി, പ്ലസ് u ഡാഷ് v. സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? v ആണ്, v ഇൻറ്റു u ഡാഷ് അല്ലെങ്കിൽ u ഡാഷ് v. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത് നമുക്ക് കോഷ്യൻ റൂളാണ്. കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു u/v എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് രണ്ട് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഡിവിഷൻ രീതിയിൽ തരും, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ രണ്ട് ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വൈ ഡാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ വരുന്നത്? ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് ആ നമ്പറിനെ നമ്മൾ ആദ്യം സ്ക്വയർ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് വി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലെ നമ്പർ ഇൻറ്റു യു ഡാഷ് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂമറേറ്റർ മൈനസ് u ഇൻറ്റു വി ഡാഷ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പം ഇതും നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ്? വി സ്ക്വയർ എന്ന് ആദ്യം ഇടണം, പിന്നെ വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ന്യൂമറേറ്ററിൽ. ഓക്കെ, ചെയിൻ റൂൾ എന്ന് പറയുന്നത് നമ്മൾ dy/dx കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ y എന്നുള്ള ഫംഗ്ഷൻ y ഓഫ് സെഡിലാണ്, സെഡ് എന്നുള്ള ഫംഗ്ഷൻ സെറ്റ് ഓഫ് എക്സിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത് dy/dx ഇസ് ഈക്വൽ ടു dy/dz ഇൻറ്റു dz/dx. അതായത് വിത്ത് റെസ്പെക്ട് ടു സെഡിലായിരിക്കും നിങ്ങൾ ചെയ്യുക, കാരണം ഈ സാധനം സെഡിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് സെഡിലാണ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസിയേഷൻ ചെയ്യണം. പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമുലാസ് ഒക്കെ ഒന്ന് മൈൻഡിൽ ഇട്ട് വെച്ചോളുക. ആദ്യം തന്നെ നമ്മളുടെ ഡിഫറൻസിയേഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് ഡെറിവേറ്റീവ് റൂൾസായ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ചെയിൻ റൂളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പം മക്കളെ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്ന് ശ്രദ്ധിക്കാം. ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് ഫൈൻഡ് dy ബൈ dx എന്നർത്ഥം. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന വേരിയബിളായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം സൈൻ x² + 5 ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ y എന്നാക്കിയിട്ട് എഴുതാം. ഓക്കെ, y = sin x² + 5. എങ്ങനെയാണ് ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? നമ്മൾ dy ബൈ dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ dy ബൈ dx പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ നമ്മൾ തുടങ്ങി. സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ മക്കളെ? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വരിക? കോസ് എക്സ് എന്നല്ലേ? ഇവിടെ എക്സ് എന്നുള്ള സ്ഥാനത്ത് ആരാ നമ്പർ ഉള്ളത്? x² + 5 എന്നല്ലേ ഉള്ളത്? അപ്പോൾ അതങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞില്ല. അതാണ് നമ്മളെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളത്തെ ഈ x²നെയും 5നെയും മക്കൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ശരിക്കും പറയാൻ dy ബൈ dx ഓഫ് x² + 5 അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. dy ബൈ dx ഓഫ് x² + 5 അതിനൊന്നും കൂടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് കോസ് x² + 5 ഇൻറ്റു dy ബൈ dx ഓഫ് x² പറഞ്ഞാൽ x²ൻ്റെ ഡിഫറൻസിയേഷൻ എന്താ മക്കളെ? 2x അല്ലേ? x⁻n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു x⁻n - 1. n എന്ന് പറഞ്ഞാൽ അവിടെ 2 ആണ്. അപ്പോൾ n - 1 എന്ന് പറയുമ്പോൾ x⁻1 എന്ന് വരും. ആ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 5ൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 0. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ് ഒന്നും കൂടെ നമ്മൾ ആൻസറിലേക്ക് മാറ്റി എഴുതുമ്പം 2xനെ നമുക്ക് ആദ്യം എഴുതാം കോസ് x² + 5. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ടൈപ്പിൽ, അതായത് ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഏത് ഫംഗ്ഷനും വരെ ഇതന്നെ വരണം എന്നൊന്നുമില്ല. ഏത് ഫംഗ്ഷൻ വന്നാലും സെയിം റൂൾ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പിൽ വരുന്ന നിങ്ങൾക്ക്, അതായത് എക്സും വൈയും തന്നാൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് എക്സ് മാത്രമേ ഉള്ളൂ, അതിന് പകരം എക്സും വൈയും തന്നാൽ നിങ്ങൾ എങ്ങനെയാണ് dy ബൈ dx കണ്ടുപിടിക്കുക? ഓക്കെ, അപ്പം ഫൈൻഡ് dy ബൈ dx ആണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് dy ബൈ dx. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ 2x + 3y = sin x. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ, sin x. ഓക്കെ, അപ്പം ഇത് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട y = എന്നൊന്നും എഴുതാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സിലും വൈയിലും നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻസിയേഷൻ ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് both sides രണ്ട് വശവും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? എക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യത്തെ ടേം 2x എന്നാണ്. അപ്പം നമ്മൾ 2 കോൺസ്റ്റൻ്റ് ആണ്. 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. അത് കിട്ടി. പ്ലസ് 3 കോൺസ്റ്റൻ്റ് ആണ്. 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ dy ബൈ dx. y വരുന്നിടത്തൊക്കെ dy ബൈ dx. ഓക്കെ, സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ മക്കളെ? കോസ് എക്സ് ആണ്. കോസ് എക്സ്. ഇനി നിങ്ങളോട് dy ബൈ dx ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 ഇൻറ്റു dy ബൈ dx എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുന്നു? കോസ് എക്സ് മൈനസ് 2 എന്ന് വന്നു. അപ്പോൾ നിങ്ങളെ ആൻസർ dy ബൈ dx അല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ dy ബൈ dx എന്ന് പറയുന്നത് നമുക്ക് ഞാൻ മേലെ എഴുതുകയാണേ. dy ബൈ dx = കോസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ആ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലും മക്കൾക്ക് ഡിഫറൻസിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് dy ബൈ dx. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? x² + xy + y² = 100. ഓക്കെ, x² + xy + y² = 100. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ രണ്ട് വശവും, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസിയേഷൻ ചെയ്യണം. എന്താ? ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന വേരിയബിളായിട്ടാണ് നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. കാരണം നമുക്ക് ഡിനോമിനേറ്ററിൽ dy ബൈ dx ആണ് അല്ലേ? അപ്പം dy ബൈ dx ആണ് നമ്മളിപ്പം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം രണ്ട് ഭാഗത്തും നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ടേം എടുക്കുക, x² ആണ്. x²നെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 2x എന്നല്ലേ മക്കളെ?
പ്ലസ് എക്സ് വൈ എന്നുള്ളത് നോക്കൂ, ഇവിടെ രണ്ട് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അപ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഇവിടെ y ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞാൽ എക്സ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ അതും കഴിഞ്ഞു. പ്ലസ് കഴിഞ്ഞില്ല, മൂന്നാമത്തെ ടേമാണ്. മൂന്നാമത്തെ ടേം y² ഡിഫറൻസിയേഷൻ എന്താ? 2y ഇൻറ്റു dy/dx. ശരിയല്ലേ? ഈക്വൽ ടു 100ൻ്റെ ഡിഫറൻസിയേഷൻ. 100 വെറും കോൺസ്റ്റൻറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇതിന്ന് dy/dx വരുന്ന ടേംസിനെ നമുക്കൊന്ന് പിക്ക് ചെയ്യല്ലോ. ഒന്ന് ഇതാ ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. അപ്പോൾ അതിനെ ഒരുമിച്ച് നമുക്ക് എഴുതാം. അപ്പം ആ dy/dx നമുക്ക് എന്നിട്ട് പുറത്തെടുക്കാം. x + 2y ഇൻറ്റു dy/dx. സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിലിട്ട് ചോദിക്കുക കേട്ടോ. ഈക്വൽ ടു ഈ 2x അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഇവിടെ ഒരു 2x ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു y × 1 എന്നുള്ളൊരു y ടേമും ഉണ്ട്. അതിന് രണ്ടിനും അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ -2x + y അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവുമല്ലോ. ഓക്കെ, ഇനി നമ്മളോട് dy/dx ആണല്ലോ കാണാൻ പറഞ്ഞത്. അപ്പോൾ dy/dx പറഞ്ഞിട്ടുണ്ടെങ്കിൽ x + 2y അങ്ങേ സൈഡിലേക്ക് എടുത്താൽ നമുക്ക് എന്താ ആൻസർ വരുന്നത്? -2x + y ഡിവൈഡഡ് ബൈ x + 2y. നിങ്ങളെ ആൻസർ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, x + 2y. സംശയമില്ലല്ലോ. അപ്പോൾ ഈ ടൈപ്പിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമുക്ക് ഒരു e⁻² പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, e⁻² ഒക്കെ എപ്പോഴും പരീക്ഷ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് e⁻² വേരിയബിളിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്? ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് dy/dx. നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? e⁻x². ഇങ്ങനെയാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് എടുക്കണം? എപ്പോഴും y = എന്ന് എഴുതുക. ഇൻ ടേംസ് ഓഫ് y അല്ലെങ്കിൽ y = എന്ന് എപ്പോഴും എഴുതി കൊടുത്തോളൂ കേട്ടോ. e⁻x². ഇനി നമുക്ക് dy/dx അല്ലേ കണ്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. e⁻x ഡിഫറൻസിയേഷൻ എന്താണ് മക്കളെ? e⁻x ഡിഫറൻസിയേഷൻ e⁻x തന്നെ. ഇവിടെ x എന്ന് പറയുന്ന ആൾ എന്താ? നമുക്ക് x² ആണ്. അപ്പോൾ അതിനെ നമ്മൾ ചെയിൻ റൂൾ വെച്ച് ഒന്നും കൂടെ ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പോൾ എന്താ നിങ്ങൾക്ക് വരെ x² ഡിഫറൻസിയേഷൻ? x² എന്ന് പറഞ്ഞാൽ 2 × x⁻1 എന്ന് വരും. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ വരുന്നത്? 2x e⁻x². ഓക്കെ, സംശയമില്ലല്ലോ. അപ്പോൾ ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് ഇപ്പോൾ ചെയ്യാൻ മനസ്സിലായി. നമുക്കൊരു ലോഗിൻ്റെ ഫംഗ്ഷൻ എടുത്ത് നോക്കാം. ഫൈൻഡ് dy/dx log x. log x ആണ് നിങ്ങളോട് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ എങ്ങനെ എടുത്തു കൊടുക്കുക? ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ y = log x എടുത്തു. സംശയമില്ലല്ലോ. ഇനി ലോഗ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ മക്കളെ? ലോഗ് ഈ സാധനത്തിനെ ഫുള്ളായിട്ട് നമ്മൾ ഒരു എക്സ് എന്നാക്കിയിട്ട് വിചാരിക്കുക. ഈ ലോഗ് എക്സിന്. ഓക്കെ, ഞാൻ ഇപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആൾ. അപ്പോൾ ലോഗ് എക്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വരിക? 1/x എന്നല്ലേ. ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ ആരാണ്? ലോഗ് എക്സ് ആണ്. ഇനി കഴിഞ്ഞില്ല, ഈ ലോഗ് എക്സിനെ, അതായത് കളറൊന്ന് മാറ്റി കാണിച്ചാൽ, ഈ ലോഗ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ഡിഫറൻസിയേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ പിന്നെ എന്താണ്? 1/x. അതാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ dy/dxൻ്റെ ആൻസർ എന്താ വരുന്നത്? 1/x ഉണ്ട് ഇൻറ്റു 1/log x ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ കുട്ടികളെ? 1/x log x. സംശയമുണ്ടോ? അപ്പോൾ ഇത്ര ഉള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ടൈപ്പ്, അതായത് ഇമ്പോർട്ടൻറ്റ് കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം മക്കളെ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, പ്രോബ്ലംസ് എല്ലാം എഴുതി പഠിക്കുക, നല്ല മാർക്കിലേക്ക് എത്തുക. ഓക്കെ.